ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മുളക് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അയില മുളക് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം തക്കാളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, പെരിഞ്ചീരകം, വലിയ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ പുളിവെള്ളം നന്നായി പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് നന്നായിട്ട് പിഴിയണം കേട്ടോ. അതിൻ്റെ പുളിസത്തൊക്കെ അങ്ങോട്ട് കറിയിലേക്ക് വരണം. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ വരിക കേട്ടോ. പിന്നെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിട്ട്, പിന്നെ ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യമുള്ളൊരു സാധനം, മുളക് കറിക്ക് വേണ്ട ഒരു സാധനമാണ് ഒരു സ്പൂണ് പഞ്ചസാര. അതൊന്ന് മുളക് കറിയിൽ നിങ്ങൾ ഒന്ന് ഇട്ട് നോക്കിയേ, സൂപ്പർ ടേസ്റ്റ് ആവും. ഒന്ന് പരിച്ച് നോക്കട്ടാ. എന്നിട്ട് ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അയില നുറുക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മൂടി വെച്ചിട്ട് നല്ലോണം പാകാവണ വരെ നമ്മൾ കത്തിക്കുക. നല്ല വെന്തതിന് ശേഷം ഈ തിളക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരും. അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി സ്മെല്ലാവും. അപ്പോൾ അതേ നന്നായിട്ട് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യണേ.